ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് പാർട്ട് 12 പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ക്ലസ്റ്റർ ഓഫ് പോളാർ ഫ്ലജല്ല കോൾഡ്? വാട്ട് ഈസ് എ ക്ലസ്റ്റർ ഓഫ് പോളാർ ഫ്ലജല്ല കോൾഡ്? നമ്മളിത് ഓൾറെഡി ഈ ഒരു വിഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ടൈപ്പ് ഓഫ് ബാക്ടീരിയ ഫ്ലജല്ലയുടെ പൊസിഷൻ അനുസരിച്ചിട്ട്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ലോഫോട്രിക്കസ് ആണ്, അതായത് ക്ലസ്റ്റർ ഓഫ് പോളാർ ഫ്ലജല്ല, അതാണ് ലോഫോട്രിക്കസ് എന്ന് പറയുന്നത്. ഇത് വായിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ടൈപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ലോഫോട്രിക്കസ് ബാക്ടീരിയ പൊസസ് മൾട്ടിപ്പിൾ ഫ്ലജല്ല ദാറ്റ് എറൈസ് ഫ്രം എ സിംഗിൾ എൻഡ്. ഒരു സിംഗിൾ എൻഡിൽ നിന്ന് എന്താണ് ഇങ്ങനെ ക്ലസ്റ്റർ ആയിട്ട് കാണപ്പെടുന്ന, അതായത് കൂട്ടം കൂട്ടമായിട്ട് ഒരു എൻഡിൽ കാണപ്പെടുന്നതിനാണ് ലോഫോട്രിക്കസ് എന്ന് പറയുന്നത്. ദ മെജോറിറ്റി ഓഫ് ദീസ് ഫ്ലജല്ല എറൈസ് ഫ്രം ദി പോളാർ എൻഡ്. ഓക്കെ, ആ പിക്ചർ നോക്കിയിട്ട് നമുക്ക് ഓരോന്നിനെ കുറിച്ചും പറയാം കേട്ടോ. അപ്പോൾ ലോഫോട്രിക്കസ് ഇതിൽ കാണുന്നുണ്ടല്ലോ, പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ്. ഇനി ബാക്കിയുള്ളതിനെ കുറിച്ച് പറയാം. മോണോട്രിക്കസ് പേര് പോലെ തന്നെ എന്താണ്, ഫ്ലജല്ല അറ്റ് വൺ എൻഡ്. ഫ്ലജല്ല അറ്റ് വൺ എൻഡ് ആണ് മോണോട്രിക്കസ്. ആംഫിട്രിക്കസ് ആണെങ്കിലോ ഫ്ലജല്ല അറ്റ് ബോത്ത് എൻഡ്സ് ആണ് ആംഫിട്രിക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ആംഫീബിയൻസ് എന്ന് പറയുന്നില്ലേ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ എന്ന് പറയുന്ന പോലെ തന്നെ രണ്ട് ഭാഗത്തും എന്തുണ്ടാവും, ഫ്ലജല്ല ഉണ്ടാവും. ഇനി പെരിട്രക്കസ് ആണെങ്കിലോ ഫ്ലജല്ല ഓൾ ഓവർ ദ ബോഡിയാണ്. എക്സാമ്പിൾ ഈക്കോളി ബാക്ടീരിയ ഒക്കെ പെരിട്രിക്കസ് ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ മോണോട്രിക്കസ്, ആംഫിട്രിക്കസ്, നമ്മളിപ്പോൾ പഠിച്ച ലോഫോട്രിക്കസ്, പെരിട്രിക്കസ്, സംശയമില്ലല്ലോ. അടുത്തിലേക്ക് പോകാം. ജനറ്റിക് റീകോമ്പിനേഷൻ ബിറ്റ്വീൻ ബാക്ടീരിയൽ സെൽസ് ഈസ് ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റഡ് ബൈ. ജനറ്റിക് റീകോമ്പിനേഷൻ ബിറ്റ്വീൻ ബാക്ടീരിയൽ സെൽസ് ഈസ് ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റഡ് ബൈ ലെഡർബർഗ് ആൻഡ് ടാറ്റം. ഇതും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ലെഡർബർഗ് ആൻഡ് ടാറ്റം. ബാക്ടീരിയൽ റീകോമ്പിനേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് ജനറ്റിക് റീകോമ്പിനേഷൻ ഇൻ ബാക്ടീരിയ characterized by DNA transfer from one organism called donor to another organism as recipient. അപ്പം ഒരു ഓർഗാനിസത്തിൽ നിന്നും മറ്റൊരു ഓർഗാനിസത്തിലേക്ക് DNA ട്രാൻസ്ഫർ ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറ്റിക് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പം ജനറ്റിക് റീകോമ്പിനേഷൻ ഇൻ ബാക്ടീരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാക്ടീരിയൽ റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ DNA ട്രാൻസ്ഫർ ചെയ്യുന്ന എവിടെ നിന്നാണ്, നമ്മൾ ഡോണർ എന്ന് പറയുന്ന ഓർഗാനിസത്തിൽ നിന്നും റെസിപ്പിയന്റ് എന്ന് പറയുന്ന ഓർഗാനിസത്തിലേക്കാണ്. ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന ആരാണ്, ലെഡർബർഗ് ആൻഡ് ടാറ്റം. ഓക്കെ, അപ്പൊ ജനറ്റിക് റീകോമ്പിനേഷൻ ബിറ്റ്വീൻ ബാക്ടീരിയൽ സെൽസ് ഈസ് ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റഡ് ബൈ ലെഡർബർഗ് ആൻഡ് ടാറ്റം. അടുത്തതിലേക്ക് പോകാം. ദ ആക്യുറേറ്റ് മെത്തേഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് ഹിമോഗ്ലോബിൻ. ഹിമോഗ്ലോബിൻ എസ്റ്റിമേഷന് വേണ്ടിയിട്ടുള്ള ആക്യുറേറ്റ് മെത്തേഡ് ഏതാണ്, സയാൻമെറ്റ് ഹിമോഗ്ലോബിൻ മെത്തേഡ്. സയാൻമെറ്റ് ഹിമോഗ്ലോബിൻ മെത്തേഡും ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, റിയേജന്റിന്റെ പേരായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഡ്രാപ്കിൻസ് സൊല്യൂഷൻ അല്ലെ. ഇവിടെ നമുക്കിത് വായിച്ചു നോക്കാം. ദ സയാൻമെറ്റ് ഹിമോഗ്ലോബിൻ മെത്തേഡ് ഈസ് ദ ഇന്റർനാഷണലി റെക്കമെൻഡഡ് മെത്തേഡ് ഫോർ എസ്റ്റിമേറ്റിംഗ് ഹിമോഗ്ലോബിൻ വിച്ച് യൂസസ് ഡ്രാപ്കിൻസ് സൊല്യൂഷൻ. ഡ്രാപ്കിൻസ് സൊല്യൂഷനിൽ ആരൊക്കെയുണ്ട്, ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് പൊട്ടാസ്യം സയനൈഡ് ആൻഡ് ഫെറി സയനൈഡ്. നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നോ ഇത് എന്തിനു സഹായിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹിമോഗ്ലോബിനെ മെറ്റ് ഹിമോഗ്ലോബിൻ ആക്കുന്നു, പിന്നെ അതിനെ സയാൻമെറ്റ് ഹിമോഗ്ലോബിൻ ആക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നില്ലേ. ഓക്കെ, നമുക്ക് ഒന്നുകൂടി വായിക്കാം. ഡ്രാപ്കിൻസ് സൊല്യൂഷൻ ടു കൺവേർട്ട് ഹിമോഗ്ലോബിൻ ടു cyanmate hemoglobin, the color of which is then measured in a spectrophotometer at 540 nanometer and compared with a WHO reference standard. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഇന്റർനാഷണലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സയാൻമെറ്റ് ഹിമോഗ്ലോബിൻ മെത്തേഡ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്, ഹിമോഗ്ലോബിൻ എസ്റ്റിമേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൽ ഉപയോഗിക്കുന്ന റിയേജന്റ് ആണ് ഡ്രാപ്കിൻസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് എന്തിനു സഹായിക്കുന്നു, അതെന്ത് ചെയ്യുന്നു, ഹിമോഗ്ലോബിനെ സയാൻമെറ്റ് ഹിമോഗ്ലോബിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പിന്നീടുള്ള ആ കളർ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, സ്പെക്ട്രോഫോട്ടോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. എന്നിട്ടോ ഇത് എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു, ഒരു WHO റെഫറൻസ് സ്റ്റാൻഡേർഡ് ഉണ്ടാവുമല്ലോ, അതുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇതാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയാൻമെറ്റ് ഹിമോഗ്ലോബിൻ മെത്തേഡ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് യൂസ്ഡ് ടു estimation of hemoglobin, used in the estimation of hemoglobin.
സയാൻ മെത്ത് ഹിമോഗ്ലോബിൻ മെത്തേഡ്. അടുത്തത് ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഇൻ ബാക്ടീരിയ ത്രൂ വൈറസ് ഈസ് ടേംഡ് ആസ്. ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഇൻ ബാക്ടീരിയ ത്രൂ വൈറസ് ഈസ് ടേംഡ് ആസ്. ഇതും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ട്രാൻസ്ഡക്ഷൻ. ഏതാണ് ട്രാൻസ്ഡക്ഷൻ? ഇത്ര സ്പീഡിൽ പോകുന്നത് റിവിഷൻ ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, there are two types of transduction, generalized transduction and specialized transduction. Generalized എന്താണ്? In this the phage can carry any part of DNA. എന്താണ്? phage can carry any part of DNA. അപ്പോൾ specialized in this phage carries only the specific part of DNA. പേര് പോലെ തന്നെയാണ് അല്ലേ? അപ്പോൾ transfer of genetic material in bacteria through virus is termed as transduction. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ഇൻ പ്രഗ്നന്റ് വുമൺ അനീമിയ ഈസ് പ്രസന്റ് ഇഫ് ഹിമോഗ്ലോബിൻ ഈസ് ലെസ് ദാൻ ഡാഷ്. അപ്പം പ്രഗ്നന്റ് വുമണിൽ അനീമിയ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അല്ലേ? അപ്പം അത് ഹിമോഗ്ലോബിന്റെ ലെവൽ ഏതിൽ താഴെ ആവുന്ന സമയത്താണ്? 11. ഹിമോഗ്ലോബിൻ ലെവൽ 11 താഴുന്ന സമയത്താണ് അനീമിയ ഉണ്ടാകുന്നത്. അതൊരു റേഞ്ച് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദ ക്ലാസിഫിക്കേഷൻ ഓഫ് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, പ്രഗ്നന്റ് വുമൺ വിത്ത് ഹിമോഗ്ലോബിൻ ലെവൽസ് ലെസ് ദാൻ 11.0, അതായത് 11 gram per dl ഇൻ ദ ഫസ്റ്റ് ആൻഡ് തേർഡ് ട്രൈമസ്റ്റേഴ്സ് ആൻഡ് ലെസ് ദാൻ 10.5 ഇൻ ദ സെക്കൻഡ് ട്രൈമസ്റ്റർ ആർ കൺസിഡേർഡ് അനീമിയ. അപ്പം ഫസ്റ്റും തേർഡും ട്രൈമസ്റ്ററിൽ 11 താഴെയാണെങ്കിലും സെക്കൻഡ് ട്രൈമസ്റ്ററിൽ 10.5 താഴെയാണെങ്കിലും നമ്മളത് അനീമിക് ആണെന്നാണ് പറയുന്നത് ഇൻ കേസ് ഓഫ് പ്രഗ്നന്റ് വുമൺ. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. യൂറിനോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ വിച്ച് പ്രോപ്പർട്ടി ഓഫ് യൂറിൻ. സിമ്പിൾ ആണല്ലോ. യൂറിനോമീറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ആണെന്ന് തോന്നുന്നു. എന്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ്? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ. ആ ഒരു പ്രോപ്പർട്ടി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത് യൂറിനോമീറ്റർ എന്ന് പറയുന്നത്. യൂറിനോമീറ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ. അപ്പം നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റിനെ കുറിച്ചൊന്ന് എക്സ്ട്രാ കുറച്ച് പോയിന്റ്സ് പറയാം. എന്തൊക്കെയാണ്? നോർമൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബ്ലഡ് എന്താ പറയുന്നത്? 1.048 to 1.066. ഓർത്ത് വെക്കണേ. ബ്ലഡ് 1.048 to 1.066 നോട്ട് ചെയ്ത് വെച്ചോളാം. ഇനി റാൻഡം യൂറിൻ ആണെങ്കിലോ 1.001 to 1.035, 1.001 to 1.035. CSF ആണെങ്കിൽ 1.006 to 1.008. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബ്ലഡ്, യൂറിൻ ആൻഡ് CSF എന്താണ്? നോർമൽ സ്പെസിഫിക് ഗ്രാവിറ്റി. ഇവിടെ ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് യൂറിനോമീറ്റർ ആയിരുന്നേ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതിലേക്ക് പോകാം. ദ ഫൈലേറിയൽ ലാർവേ ക്യാൻ ബി കളക്റ്റഡ് ഫ്രം ദി സാമ്പിൾ ഓഫ്. ഫൈലേറിയൽ ലാർവേ നമ്മൾ എവിടെ നിന്ന് എടുക്കുന്ന സാമ്പിൾ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? പെരിഫറൽ ബ്ലഡ് അറ്റ് മിഡ് നൈറ്റ്. രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. പെരിഫറൽ ബ്ലഡിൽ നിന്നാണ്. എപ്പോഴാണ് അതിൻ്റെ ഒരു സമയം, കറക്റ്റ് സമയം പോലും പറയുന്നുണ്ട്, പീരീഡ് പറയുന്നുണ്ട്. മിഡ് നൈറ്റിൽ 10 PM to 2 AM. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ദ മൈക്രോഫൈലേറിയ ആർ ഫൗണ്ട് മെയിൻലി ഇൻ ദ പെരിഫറൽ ബ്ലഡ്. എവിടെയാണ്? പെരിഫറൽ ബ്ലഡ് ആൻഡ് ക്യാൻ ബി ഫൗണ്ട് അറ്റ് പീക്ക് എമൗണ്ട്സ് ഫ്രം 10 PM to 2 AM. മിഡ് നൈറ്റിൽ 10 PM to 2 PM. ഓക്കെ, ദ മൈഗ്രേറ്റ് ബിറ്റ്വീൻ, ദ മൈഗ്രേറ്റ് ബിറ്റ്വീൻ ദ ഡീപ്പ് ആൻഡ് പെരിഫറൽ സർക്കുലേഷൻ എക്സിബിറ്റിംഗ് യുണീക്ക് ഡയൂർണൽ പീരിയോഡിസിറ്റി. അതായത് അവ മൈഗ്രേറ്റ് ചെയ്യുന്നു. എപ്പോഴാണ്? ഒരു ഡീപ്പും പെരിഫറലും ആയിട്ടുള്ള സർക്കുലേഷനിൽ ആണ് ഇതെന്ത് ചെയ്യുന്നത്? മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഒരു ദിവസം ഒരു പീരിയോഡിസിറ്റി അത് കാണിക്കുന്നുണ്ട്. ആര്? ഈ ഫൈലേറിയൽ ലാർവ എന്ന് പറയുന്നത്. ഓക്കെ, പെരിഫറൽ ബ്ലഡും മിഡ് നൈറ്റും ആ ടൈമും ഓർത്ത് വെക്കുക അക്കോർഡിംഗ് ടു ഫൈലേറിയൽ ലാർവ. അടുത്തതിലേക്ക് പോവാം. ടിഷ്യൂ പ്രോസസ്സിംഗ് യൂണിറ്റ് ആർ ആൾസോ നോൺ ആസ്. ടിഷ്യൂ പ്രോസസ്സിംഗ് യൂണിറ്റ് ആർ ആൾസോ നോൺ ആസ് ഹിസ്റ്റോകൈനേറ്റ്. ടിഷ്യൂ പ്രോസസ്സിംഗ് യൂണിറ്റ് ആർ ആൾസോ നോൺ ആസ് ഹിസ്റ്റോകൈനേറ്റ്. അത് എത്രേ പറയാനുള്ളൂ കേട്ടോ. അടുത്തതിലേക്ക് പോവാം. ഇൻ എ പേഷ്യന്റ് വിത്ത് ഗ്രൂപ്പ് AB, if AB blood is not available, it is preferable to use which blood group? അതായത് ഒരു AB ഗ്രൂപ്പുള്ള പേഷ്യന്റിന് ബ്ലഡ് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് അതിന് പകരമായിട്ട് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ഉപയോഗിക്കാൻ പറ്റും? A എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ്. ഏതാണ്? ബ്ലഡ് ഗ്രൂപ്പ് A. അപ്പം ബ്ലഡ് ഗ്രൂപ്പ് A ഹാസ് A antigens on the red blood cells with the antibody B in the plasma. ഇതാണ്
ബ്ലഡ് ഗ്രൂപ്പ് എയിൽ ആന്റിജൻ എയും ആന്റിബോഡി ഏതാണ് ബിയും ആയിരിക്കും. ബി ഗ്രൂപ്പിൽ ആന്റിജൻ എ ആൻഡ് ബി ആർ പ്രസന്റ് ബട്ട് നോ ആന്റിബോഡീസ്. ബി ഗ്രൂപ്പിൽ എയും ബിയും ആന്റിജൻ ഉണ്ട്, പക്ഷെ ആന്റിബോഡീസ് ഇല്ല. അടുത്തതിലേക്ക് പോകാം. DNA denaturing gels are also called as sequencing gels. എന്താണ് സീക്വൻസിങ് ജെൽസ്? DNA denaturation എന്താണ്? is a process of breaking down the DNA molecule generally for the purpose of comparison or sequencing. അതായത് DNA മോളിക്യൂളിനെ ബ്രേക്കിംഗ് ഡൗൺ എന്ന് പറയുന്ന പ്രോസസ്സാണ് DNA ഡീനാച്ചുറേഷൻ എന്ന് പറയുന്നത്. DNA ഡീനാച്ചുറിങ് ജെൽസിനെ നമ്മൾ എന്തും വിളിക്കുന്നു? സീക്വൻസിങ് ജെൽസ് എന്ന് പറയുന്നു. ഇവിടെ അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. DNA ഡീനാച്ചുറിങ് ജെൽസ് ആർ ആൾസോ കോൾഡ് ആസ് സീക്വൻസിങ് ജെൽസ്. അടുത്തലേക്ക് പോകാം. ഹൈപ്പർ കാൽസെമിക് ഹോർമോൺ ഈസ് പാരാതൈറോയിഡ് ഹോർമോൺ. ഹൈപ്പർകാൽസമിക് ഹോർമോൺ ഈസ് പാരാതൈറോയിഡ് ഹോർമോൺ. പാരാതൈറോയിഡ് ഹോർമോൺ increases the calcium level in blood by bone resorption and by increasing the absorption of calcium from digested food. അതായത് പാരാതൈറോയിഡ് ഹോർമോൺ എന്ത് ചെയ്യുന്നു? ബ്ലഡിലെ കാൽഷ്യത്തിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. എങ്ങനെയൊക്കെയാണ്? ബൈ ബോൺ റീഅബ്സോർപ്ഷൻ and by increasing the absorption of calcium from digested food. അപ്പം ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ എന്താണ്? ഒരു പാരാതൈറോയിഡ് ഹോർമോൺ ആണ്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ദ പ്രോട്ടീൻ പോർഷൻ ഓഫ് ദ എൻസൈം ഈസ് എന്താണ്? എൻസൈമിന്റെ പ്രോട്ടീൻ പോർഷൻ എന്താണ്? അപ്പോ എൻസൈം ആണ്. ഏതാണ്? അപ്പോ എൻസൈം. ദ നോൺ പ്രോട്ടീൻ കോൺസ്റ്റിറ്റ്യുവൻസ് വിച്ച് ആർ ബൗണ്ട് ടു ദ എൻസൈം ആർ കോൾഡ് കോഫാക്ടേഴ്സ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, അപ്പോ എൻസൈമും കോഫാക്ടേഴ്സും. പിക്ചറിൽ നോക്കാം. അപ്പം ഈ അപ്പോ എൻസൈമും കോഫാക്ടേഴ്സും കൂടിയതിനാണ് നമ്മൾ ഹോളോ എൻസൈം എന്ന് പറയുന്നത് അല്ലേ? അവിടെ ഹോളോ എൻസൈം കാണുന്നില്ലേ? എന്താണ് ഹോളോ എൻസൈം? ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ഫങ്ഷണൽ എൻസൈം which is catalytically active and consists of an apo enzyme together with its cofactors. എന്താണ്? consist of an apo enzyme together with its cofactors. അപ്പോൾ അപ്പോ എൻസൈം എന്താണ്? പ്രോട്ടീൻ പോർഷൻ ആണ്. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അപ്പോ എൻസൈം ഓർത്ത് വയ്ക്കുക. അപ്പോ എൻസൈം. അടുത്തതിലേക്ക് പോകാം. During blood donation, the removal of blood components is called apheresis. Apheresis ഇതിനു മുമ്പേ ചോദിച്ചു കണ്ടിട്ടുണ്ട്. A technology called apheresis has made it possible to collect specific components of blood. അപ്പോൾ ഈ ഒരു apheresis എന്ന് പറയുന്ന ടെക്നോളജി എന്താണ്? ബ്ലഡിലെ സ്പെസിഫിക് കമ്പോണൻസ് ഉണ്ടാവുമല്ലോ, അതിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ള മെത്തേഡിനാണ് അഫറസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെലക്റ്റീവ്ലി കളക്ട് RBC, പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ ആൻഡ് ഗ്രാനുലോസൈറ്റ്സ്. അപ്പം ബ്ലഡിലെ മെയിൻ കമ്പോണൻസ് ആയിട്ടുള്ള RBC, പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ, ഗ്രാനുലോസൈറ്റ്സ് ഇതിനെല്ലാം എന്തിനു വേണ്ടിയിട്ട്? സെലക്റ്റീവ്ലി നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഫറസിസ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡ്യൂറിങ് ബ്ലഡ് ഡൊണേഷൻ ദ റിമൂവൽ ഓഫ് ബ്ലഡ് കമ്പോണൻസ് ഈസ് കോൾഡ് അഫറസിസ്. ഏതാണ്? അഫറസിസ്. അടുത്തത് സ്റ്റെയിനിങ് ടെക്നിക് ഫോർ അസസ്മെന്റ് ഓഫ് ഹോർമോണൽ സ്റ്റാറ്റസിസ്. എന്താണ്? സ്റ്റെയിനിങ് ടെക്നിക് ഫോർ അസസ്മെന്റ് ഓഫ് ഹോർമോണൽ സ്റ്റാറ്റസ്. ഇതും ഡിസ്കസ് ചെയ്തതാണ്, ഷോർ സ്റ്റെയിൻ. അപ്പം ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തത് കാണുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? എന്താണ്? സ്റ്റെയിനിങ് ടെക്നിക് ഫോർ അസസ്മെന്റ് ഓഫ് ഹോർമോണൽ സ്റ്റാറ്റസിസ് ഷോർ സ്റ്റെയിൻ. ഹോർമോൺ ഷോർ അങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞത്. ഷോർസ് സ്റ്റെയിനിങ് സൊല്യൂഷൻ ഈസ് യൂസ്ഡ് ടു ഡയഗ്നോസ് ഹോർമോണൽ ഡിസ്ഫങ്ഷൻസ്. അതായത് ഹോർമോണൽ ഡിസ്ഫങ്ഷൻസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർസ് സ്റ്റെയിനിങ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നത്. ദ ഷോർ സ്റ്റെയിൻ ഈസ് ഏബിൾ ടു ഡിഫറൻഷിയേറ്റ് വെരി ക്ലിയർലി ബിറ്റ്വീൻ ഈസിനോഫിലിയ ആൻഡ് സൈനോഫിലിയ ഓഫ് ദി എപ്പിത്തീലിയം. ഓക്കെ, അപ്പോൾ ഷോർസ് സ്റ്റെയിൻ ഹോർമോണൽ സ്റ്റാറ്റസ് അത് ഓർത്തു വെക്കാം. ഹോർമോണൽ ഡിസ്ഫങ്ഷൻസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷോർസ് സ്റ്റെയിനിങ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നത്. അടുത്തതിലേക്ക് പോകാം. വാട്ട് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ടു ഡയഗ്നോസ് ലാക്ടേസ് ഡെഫിഷ്യൻസി? അതാണ് ലാക്ടേസ് ഡെഫിഷ്യൻസി ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ് ഹൈഡ്രജൻ ബ്രീത്ത് ടെസ്റ്റ് ആണ്. ഏതാണ്? ഹൈഡ്രജൻ ബ്രീത്ത് ടെസ്റ്റ്. വായിച്ചു നോക്കാം.
Hydrogen breath test is used as a diagnostic tool for small intestine bacterial overgrowth and carbohydrate malabsorption such as lactose, fructose and sorbitol. ഇതൊരു ഡയഗ്നോസ്റ്റിക് ടൂൾ ആണെന്നാണ് പറയുന്നത്. എന്തിനാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ ബാക്ടീരിയൽ ഓവർഗ്രോത്ത്, കാർബോഹൈഡ്രേറ്റ് മാൽ അബ്സോർപ്ഷൻ, അതൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഹൈഡ്രജൻ ബ്രീത്ത് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ബ്രീത്ത് ടെസ്റ്റ് ഓർത്ത് വെക്കാം. അടുത്തതിലേക്ക് പോകാം. കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ എയ്ഡ്സ് നമുക്കറിയാവുന്നതാണല്ലോ. കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ എയ്ഡ്സ് ഈസ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. The Western blot test separate the blood proteins and dictates the specific proteins that indicate an HIV infection. അപ്പോൾ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എന്താ ചെയ്യുന്നത്? ബ്ലഡ് പ്രോട്ടീൻസ് സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ഡിറ്റക്ട് ചെയ്യും? നമ്മുടെ സ്പെസിഫിക് പ്രോട്ടീൻ ദാറ്റ് ഇൻഡിക്കേറ്റ് HIV ഇൻഫെക്ഷൻ. HIV ഇൻഫെക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്പെസിഫിക് പ്രോട്ടീനെ ആ സെപ്പറേറ്റ് ചെയ്ത ബ്ലഡ് പ്രോട്ടീൻസിൽ നിന്നും ഡിറ്റക്ട് ചെയ്യുന്നു. അതാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. വെസ്റ്റേൺ ബ്ലോട്ട് ഈസ് യൂസ്ഡ് to confirm a positive ELISA. ELISA ടെസ്റ്റ് അറിയാലോ. വെസ്റ്റേൺ ബ്ലോട്ട് ഈസ് യൂസ്ഡ് ടു കൺഫേം എ പോസിറ്റീവ് ELISA. ഓക്കെ, അപ്പോൾ എയ്ഡ്സിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ആണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. അത്രേ ഉള്ളൂ. അടുത്തതിലേക്ക് പോകാം. വാട്ട് ഈസ് QBC ടെസ്റ്റ്? എന്താണ് QBC? ക്വാണ്ടിറ്റേറ്റീവ് ബഫിക്കോട്ട്. അതാണ് വാട്ട് ഈസ് QBC ടെസ്റ്റ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ബഫിക്കോട്ട് technique is a method of diagnosing malarial parasites based on microcentrifugation, fluorescence and density gradient of infected red blood cells. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള മെത്തേഡാണ്? മലേറിയൽ പാരസൈറ്റ്സ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് QBC ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് സ്പീഡ്സ് ആൻഡ് സിംപ്ലിഫൈഡ് മലേറിയ ഡിറ്റക്ഷൻ വിത്ത് എ കോമ്പിനേഷൻ ഓഫ് ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ്. ഇതെന്ത് സ്പീഡാക്കുന്നു? ഇറ്റ് സ്പീഡ്സ് ആൻഡ് സിംപ്ലിഫൈഡ് മലേറിയ ഡിറ്റക്ഷൻ. മലേറിയ ഡിറ്റക്ഷൻ സ്പീഡാക്കുകയും സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ക്വാണ്ടിറ്റേറ്റീവ് ബഫിക്കോട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തിനാണ്? ഡയഗ്നോസിങ് മലേറിയൽ പാരസൈറ്റ്സ്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ഡിമിനിഷ്ഡ് ഡെലിവറി ഓഫ് ഓക്സിജൻ ടു ടിഷ്യൂസ് ഈസ് ടേംഡ് ആസ്. ഡിമിനിഷ്ഡ് ഡെലിവറി ഓഫ് ഓക്സിജൻ ടു ടിഷ്യൂസ് ഈസ് ടേംഡ് ആസ് ഹൈപ്പോക്സിയ. ഏതാണ്? ഹൈപ്പോക്സിയ. ഹൈപ്പോക്സിയ ഈസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് ഓക്സിജൻ ഈസ് നോട്ട് അവൈലബിൾ ഇൻ സഫീഷ്യന്റ് എമൗണ്ട്സ് അറ്റ് ദ ടിഷ്യൂ ലെവൽ ടു മെയിൻറ്റെയിൻ അഡീക്വേറ്റ് ഹോമിയോസ്റ്റാസിസ്. അപ്പോൾ എന്താണ്? നമുക്ക് ഓക്സിജൻ വേണ്ട